ഡോക്ടർ വിജയകുമാർ. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവിയാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റു പല അസുഖങ്ങളെയും പോലെ അല്ല ഹൈപ്പർ ടെൻഷന്റെ നിർവചനം. ഇപ്പോൾ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ കോശങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം ഒബ്സർവ് ചെയ്തിട്ടാണ് അവർ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നത്. ഹൈപ്പർ ടെൻഷൻ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എങ്കിലും നമ്മൾ ലോകമെമ്പാടും നടത്തിയ പഠനങ്ങളിൽ നിന്ന് ശരീരത്തിലെ രക്തസമ്മർദ്ദം ഒരു ലെവലിൽ കൂടുമ്പോൾ പൊതുവേ ഉള്ള മരണനിരക്കുകളും സങ്കീർണതകളും വർദ്ധിക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ അതുകൊണ്ട് കാലാകാലം ഹൈപ്പർ ടെൻഷന്റെ കട്ട് ഓഫ് തന്നെ മാറിക്കൊണ്ടിരിക്കാറുണ്ട്. ഇപ്പോ നമ്മൾ സാധാരണ സ്വീകരിക്കുന്നത് 120/80 ആണ് നോർമലായിട്ട് നമ്മൾ വെക്കുന്നത്. എങ്കിലും ഒരു 140ക്ക് അപ്പുറം ആയിക്കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ എന്നും ഇതിനിടയിൽ ഒരു പ്രീ ഹൈപ്പർ ടെൻസീവ് സ്റ്റേജ് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക് ആണെങ്കിൽ ഒരു 80 താഴെ നോർമലും 90 കൂടുതലാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന നിലയിലാണ് ഇപ്പോ നമ്മൾ അതിനെ നിർവചിക്കുന്നത്. നോർമൽ 120/80 ആണെങ്കിൽ അതിൽ നിന്ന് കൂടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജ് എത്തുമ്പോ ജീവിതത്തിൽ അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ രോഗത്തിന്റെ സങ്കീർണതകൾ വർദ്ധിച്ചു വരുന്നതായി നമ്മൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരുപാട് BP കൂടുന്നതനുസരിച്ച് ഒരുപാട് അസുഖങ്ങൾ വരാൻ തീർച്ചയായിട്ടും മറ്റു അപ്പൊ ആ ഗ്രേഡിംഗ് വെക്കുമ്പോൾ ഒരു ഡോക്ടർക്ക് ഏകദേശം മനസ്സിലായി ഇന്ന BP യിൽ ഇന്ന അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് ഫോളോ അപ്പിനും മരുന്നുകളുടെ നിർണയത്തിനും ഒക്കെയും അത് നമ്മളെ സഹായിക്കും. സാധാരണ ഇങ്ങനെ BP കൂടാൻ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മൾ കേരള പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ സാർ ഒരു കമ്മ്യൂണിറ്റി എക്സ്പെർട്ടാണ്. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ്? ഒരുപാട് കാരണങ്ങൾ നെറ്റിലൊക്കെ നമുക്ക് കാണാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ? യഥാർത്ഥത്തില് ഹൈപ്പർ ടെൻഷന്റെ കാരണം ആർക്കും അറിയില്ല. നമുക്ക് എന്റെ അറിവ് വളരെ പരിമിതമാണ് എന്ന് പറയാം. ഒരുപക്ഷെ നാളെ ഒരു കാലത്ത് നമുക്ക് കൃത്യമായ അറിവ് കിട്ടിയേക്കാം. അപ്പൊ അതുകൊണ്ട് കാണുന്നതിൽ ഭൂരിഭാഗവും നമുക്ക് കാരണം അറിയാത്ത ഹൈപ്പർ എങ്കിലും ചില ഘടകങ്ങൾ ഈ രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് ആൾക്കാരുടെ വെയിറ്റ് കൂടുക, ടുബാക്കോന്റെ ഉപയോഗം, ആൽക്കഹോളിസം, കൂടുതൽ ഉപ്പ് കഴിക്കുക. അപ്പൊ അതിന് നമ്മൾ വാസ്തവത്തിൽ 2-3 തരമായിട്ട് അതിനെ അവർ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. ഒന്ന് നമ്മുടെ സ്വഭാവം ബിഹേവിയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഘടകങ്ങൾ, ചിലത് നമ്മുടെ മെറ്റബോളിക് ശരീരത്തിലെ ഇപ്പം ഡയബറ്റീസ് ഉള്ളവർക്ക് സ്വാഭാവികമായിട്ട് ഹൈപ്പർ ടെൻഷൻ കൂടുതലാണ്. ഒബിസിറ്റി പറഞ്ഞു. അതുപോലെ ഇവന് ഏജ് കൂടുമ്പോഴും അല്ലെങ്കിൽ സ്ട്രെസ് കൂടുന്നു. അപ്പൊ ഇങ്ങനെ 2-3 ഗ്രൂപ്പിലുള്ള കാരണങ്ങൾ കൊണ്ട് BP കൂടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലെ ഇപ്പോ കാണുന്ന വർദ്ധിച്ചു വരുന്ന ഹൈപ്പർ ടെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ജീവിക്കുന്ന രീതികളാണ്, ജീവിതശൈലി. അതുകൊണ്ടാണ് ഇതിനെ ജീവിതശൈലി രോഗങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്.